നടൻ മമ്മൂട്ടിക്ക് വേണ്ടി ശബരിമലയിൽ വഴിപാട് നടത്തി മോഹൻലാലിന് പാമ്പ് പിടിക്കണമെന്ന് മോഹൻലാലിന് ഇടിവിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് സങ്കല്പിക്കാൻ പോലും. സുഹൃത്തുക്കളെ നമസ്കാരം. മലയാളി നന്മ നമ്മുടെ ചെറിയ ചാനലാണ്, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ എനിക്ക് പറയാനുള്ളത് മോഹൻലാൽ എന്ന നടനെ പറ്റി, മമ്മൂക്ക എന്ന ജ്യേഷ്ഠ സഹോദരനെ പറ്റിയുമാണ്. മാത്രമല്ല അവർക്കിടയിലുള്ള സ്നേഹബന്ധം, അതിനെ ആരും വേർതിരിവ് കാണിക്കേണ്ട, വർഗീയമായി ചിന്തിക്കുകയും വേണ്ട. അങ്ങനെ ചിന്തിച്ചാൽ മലയാളികൾ അതിന് തക്കതായ മറുപടി കൊടുക്കും. ഒരു അമ്മയുടെ വയറ്റിൽ പിറന്നതുകൊണ്ട് മാത്രമാണോ നമ്മൾ സഹോദരങ്ങളായി കാണുന്ന ചില ആൾക്കാരെ? അതിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എന്ന വ്യത്യാസമില്ലാതെ നമ്മുടെ മലയാളികൾ പരസ്പരം സ്നേഹിക്കുകയും സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു. അബ്ദുള്ള പറയുന്നു മമ്മൂക്ക തൗബ ചെയ്യണമെന്ന്, മുസ്ലിങ്ങളോട് മാപ്പ് പറയണം. അദ്ദേഹത്തിന് മുന്നിൽ ജാതി മത വ്യത്യാസമില്ല. അതുപോലെ ലാലേട്ടന്റെ മുന്നിലും അവർ രണ്ടുപേരും സ്വന്തം അമ്മയുടെ വയറ്റിൽ പിറന്ന അല്ലെങ്കിലും അവരുടെ സ്ഥാനം, രണ്ടുപേരുടെ സ്ഥാനം ജ്യേഷ്ഠ സഹോദരന്മാർക്ക് തുല്യമാണ്. അവരുടെ ഹൃദയബന്ധം അത്രമാത്രം വലിപ്പമേറിയതാണ്. സ്വന്തം ജ്യേഷ്ഠ സഹോദരനെ പോലെ കാണുന്ന ഒരാൾക്ക് അസുഖം വന്നാൽ ആരായാലും പോയി അവരുടെ ഇഷ്ട ദൈവത്തിനോട് പ്രാർത്ഥിക്കും. അത് മാത്രമാണ് ലാലേട്ടൻ ചെയ്തത്. അതിനെപ്പറ്റി പറയാനുള്ള വ്യക്തമായ രീതിയിൽ പാളയം ഇമാം പറഞ്ഞിരിക്കുന്നു. ആ നിലപാട് തന്നെയാണ് കേരളത്തിലെ എല്ലാ മലയാളികൾക്കും ഉള്ളത്. ഈ ഒരു രീതിയിലുള്ളൊരു പ്രാർത്ഥന എന്ന് പറയുന്നത്, ഉദാഹരണമായിട്ട് നിങ്ങൾ എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്താണെങ്കിൽ, നല്ല ആത്മബന്ധമുള്ള ഒരു സുഹൃത്താണെങ്കിൽ, സ്വാഭാവികമായിട്ടും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കും. നിങ്ങൾ രോഗമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക പ്രയാസമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്. ആ പ്രാർത്ഥനയെ സത്യം പറഞ്ഞാൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കാണ് വേണ്ടത്. അബ്ദുള്ള പറഞ്ഞത് ശരിയാത്ത നിയമമാണ്, ഇസ്ലാമിന്റെ നിയമമാണ്. ഇസ്ലാമിൽ ബഹുദൈവാരാധന പാടില്ല. ഇതിൽ എവിടെയാണ് ബഹുദൈവാരാധന? സ്വന്തം ജ്യേഷ്ഠ സഹോദരനായിട്ട് കാണുന്ന മമ്മൂക്കായ്ക്ക് വേണ്ടി ലാലേട്ടൻ അദ്ദേഹത്തിന്റെ ഇഷ്ടദൈവമായ ശബരിമലയിൽ പോയി അയ്യപ്പനോട് പ്രാർത്ഥിച്ചു. അതിൽ എന്താണ് തെറ്റ്? ഇതിൽ പാളയം ഇമാം മുസ്ലിങ്ങളുടെ വക്താവായി നിന്നുകൊണ്ട് അദ്ദേഹം വ്യക്തമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്.